നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനൊപ്പം റഷ്യൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിൻ്റെ ചില വാദങ്ങളും ലോകമെമ്പാടും ചർച്ചയാകാറുണ്ട്. അദ്ദേഹം പല വിഷയങ്ങളിലും അസാധാരണമായിട്ടൊക്കെ തന്നെ പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. അതിൽ അസാധാരണത്വമൊന്നും റഷ്യൻ ജനങ്ങളോ അദ്ദേഹമോ കാണുന്നുമില്ല. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു അസാധാരണ പ്രസ്താവനയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. നായകൻ വ്ളാഡിമിർ പുടിൻ തന്നെ. ജോലികളിലെ ഇടവേളകളിൽ എന്തുകൊണ്ട് റഷ്യക്കാർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാ എന്ന വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ ജനങ്ങളോട് ചോദിച്ചു എന്നാണ് ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തെ ജനന നിരക്ക് ഗണ്യമായി കുറയുന്നതിനെ തുടർന്ന് ജോലിക്കിടയിലൊക്കെ ലഭിക്കുന്ന ഉച്ചഭക്ഷണത്തിൻ്റെയും പ്രഭാത ഭക്ഷണത്തിൻ്റെയും ഒക്കെ ഇടവേളകളിൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം സ്വന്തം ജനതയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. രാജ്യത്തെ നിലവിലെ ഫെർട്ടിലിറ്റി നിരക്ക് പരിഹരിക്കുന്നതിനായിട്ടാണ് സെക്സ് അറ്റ് വർക്ക് എന്ന പദ്ധതിക്ക് പുടിൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് മെട്രോ UK എന്ന വെബ്സൈറ്റ് പറയുന്നത്. രാജ്യത്ത് ആവശ്യമായ ആരോഗ്യകരമായ ജനന നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 എന്നാണ്. എന്നാൽ നിലവിൽ ഇത് ഒരു സ്ത്രീക്ക് 1.5 എന്ന കണക്കിനാണ് റഷ്യയിൽ. ഈ കുറവ് ഭാവിയിൽ റഷ്യൻ ജനസംഖ്യയിൽ വലിയ ഇടിവ് സൃഷ്ടിക്കും. പ്രത്യേകിച്ചും രാജ്യം ഉക്രൈനോട് യുദ്ധം ചെയ്യുന്ന കാലം കൂടി കണക്കിലെടുക്കുമ്പോൾ പട്ടാളത്തിലടക്കം യുദ്ധം ചെയ്യാൻ ആളെ കിട്ടാത്ത പ്രശ്നവും റഷ്യ നേരിടുന്നു. അതേസമയം ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും 1 ദശലക്ഷത്തിലധികം യുവാക്കൾ രാജ്യം ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. റഷ്യൻ ജനതയെ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്ന് പറഞ്ഞ പുടിൻ ഏറ്റവും ഉയർന്ന ദേശീയ മുൻഗണന ജനസംഖ്യാ നിരക്ക് ഉയർത്തുക എന്നതാണെന്നും ഊന്നി പറഞ്ഞു. റഷ്യയുടെ വിധി നമ്മളിൽ എത്ര പേർ ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ്, പുടിൻ പറഞ്ഞതായി മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പുടിനെ വിശദീകരിച്ച് ആരോഗ്യമന്ത്രി ഡോക്ടർ യെവ്ജനി ഷെസ്ട്രോപാവ് ജോലിഭാരത്താൽ ലൈംഗിക ബന്ധം നടക്കുന്നില്ല എന്നത് ഒരു ഒഴിവുകഴിവാണെന്നും ജീവിതം ഇന്ന് വേഗമേറിയതായതിനാൽ ജോലിക്കിടയിൽ ലഭിക്കുന്ന ഇടവേളകളിൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും വിശദീകരിച്ചു. ഒപ്പം റഷ്യൻ സ്ത്രീകളോട് അവരുടെ പ്രത്യുൽപാദന ശേഷി വിലയിരുത്തുന്നതിന് സൗജന്യ ഫെർട്ടിലിറ്റി പരിശോധനകളിൽ പങ്കെടുക്കാനും പുടിൻ ആവശ്യപ്പെട്ടു. 19 മുതൽ 20 വയസ്സിൽ പ്രസവിക്കാൻ തുടങ്ങണം. അപ്പോൾ സ്ഥിതിവിവര കണക്കനുസരിച്ച് കുടുംബത്തിൽ 3, 4 അതിലധികമോ കുട്ടികൾ ഉണ്ടാകും. പ്രസവിക്കുക, വീണ്ടും പ്രസവിക്കുക, 18 വയസ്സിൽ പ്രസവിക്കുക, പുടിനെ പിന്താങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം 99-ന് ശേഷമുള്ള റഷ്യയുടെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കായിരുന്നു 2024 ആദ്യ 6 മാസങ്ങളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. ജൂണിൽ ജനന തീയതികൾ 1 ലക്ഷത്തിൽ താഴെയായി. സ്റ്റാറ്റിസ്റ്റിക്സ് സേവനമായ റോസ്റ്റാറിൻ്റെ കണക്കനുസരിച്ച് 2024 ആദ്യ പകുതിയിൽ റഷ്യയിൽ 5,99,600 കുട്ടികൾ മാത്രമാണ് ജനിച്ചത്. ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ജനിച്ചതിനേക്കാൾ 16,000 എണ്ണം കുറവാണ്. അതേസമയം റഷ്യയിലെ കുക്സ് മേഖലയിൽ 1000 ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം ഉക്രൈൻ സേനയുടെ നിയന്ത്രണത്തിൽ ഇപ്പോഴും തുടരുകയാണ്. അപ്രതീക്ഷിതമായി അതിർത്തി കടന്നുള്ള ആക്രമണത്തിലാണ് ഡസൻ കണക്കിന് റഷ്യൻ ഗ്രാമങ്ങളുടെയും വലിയ ഭൂപ്രദേശങ്ങളുടെയും നിയന്ത്രണം ഉക്രൈൻ പിടിച്ചെടുത്തത്. ഇതൊക്കെ തന്നെ ഉക്രൈൻ്റെ കയ്യിലാണ് ഇപ്പോഴും. റഷ്യൻ പ്രദേശങ്ങൾ കൈയടക്കിയവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന് വ്ളാഡിമിർ പുടിൻ അറിയിക്കുന്നുണ്ടെങ്കിലും ശക്തമായ നടപടികളൊന്നും ഇതുവരെ നടന്നിട്ടുമില്ല. വ്ളോഡിമിർ സെലൻസ്കിയും സൈനിക മേധാവിയും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. സ്ഥിതിഗതികൾ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്, ഞങ്ങളുടെ സൈനികർ അവിടെ ചുമതല നിറവേറ്റുന്നു. സെലൻസ്കിയുടെ ഔദ്യോഗിക ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് സൈനിക മേധാവി ഇത് വെളിപ്പെടുത്തിയത്. കർസ് മേഖലയിൽ 7 ദിവസം നീണ്ട ആക്രമണങ്ങൾ നടത്തിയാണ് പടിഞ്ഞാറൻ റഷ്യയിലെ പ്രദേശങ്ങൾ പിടിച്ചടക്കിയത് എന്ന് ഉക്രൈൻ കമാൻഡർ പറഞ്ഞു. 2022-ൽ റഷ്യയുടെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം അതിർത്തി കടന്നുള്ള ഉക്രൈൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് നടന്നത്. പടിഞ്ഞാറൻ റഷ്യൻ മേഖലയിൽ നിന്ന് സുരക്ഷ കണക്കിലെടുത്ത് നിരവധി പേരെ ഒഴിപ്പിച്ചു. ഇവിടെയുള്ള റഷ്യൻ പൗരന്മാർ എല്ലാം കുടിയൊഴിഞ്ഞുപോയി. വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രദേശത്തെ 28 ഗ്രാമങ്ങൾ ഉക്രൈൻ സേനയുടെ കീഴിലായെന്ന് കർക്സ് മേഖലയിലെ ആക്ടിംഗ് ഗവർണർ അറിയിച്ചു. 12 സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരുന്നു. സാഹചര്യം മോശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിലേക്ക് 18 മൈൽ വരെ മുന്നേറിയ ഉക്രൈൻ സൈന്യം അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിൽ റഷ്യ ഞെട്ടിപ്പോയിരുന്നു.